നമസ്കാരം, കണ്ണൂർ വിഷൻ ടിക്ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോഴും ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. നേരത്തെയുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. ഹാങ് ചെയ്തിരിക്കുന്ന ഓഫേഴ്സ്, മന്ത്ലി ബഡ്ജറ്റ് സേവർ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഓഫേഴ്സ്, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഗ്രീൻസിൽ വന്നിട്ട് ഈ ഓഫേഴ്സൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ടിക്ടോക്കും എല്ലാവരും കാണുന്നുണ്ട്. ടിക്ടോക്കിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ആൻസർ പറഞ്ഞിട്ട് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മാനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കേട്ട് അല്ലെങ്കിൽ ആൻസറൊക്കെ കേട്ട് സമ്മാനമൊക്കെ കൊടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കെ, കം. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിക്ടോക്കിൻ്റെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് നല്ല പർച്ചേസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 4 പേര്, ഫാദറ്, മദറ്, 2 മക്കളൊക്കെ ഹാപ്പിയോടുകൂടി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇവർ പരിചയപ്പെടാം. ടിക്ടോക്കിൻ്റെ പരിചയപ്പെട്ടതിന് ശേഷം ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ സമ്മാനമൊക്കെ കൊടുക്കണം. ഇവനിങ്ങനെ സമ്മാനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. ഓക്കെ, പേര് പറയും സാർ. മുഹ്സിൻ. എന്ത് ചെയ്യുന്നു മുഹ്സിൻ? ഞാൻ ബിസിനസ് ചെയ്യുന്നു. എവിടെയാണ് ബിസിനസ്? എവിടെയാണ്? ചെറുകുന്നിന്. മോൻ്റെ പേര്? റയൻ മുഹ്സിൻ. ഓക്കെ. മിൻഹ. ഓക്കെ, മിൻഹ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ 8th. ഏത് സ്കൂളാണ്? കസ്തൂർബ. പുതിയൊരു. അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിൽ നിന്നാണ്. അപ്പോൾ 3 സെഗ്മെൻ്റാണ്. ഫസ്റ്റ് ഒരു ഐഡൻറ്റിഫൈ ദ ഇമേജ്, ആഫ്റ്റർ ദാറ്റ് ഒരു സിനിമ അല്ല സംഗീതം ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ദെൻ ഒരു ജനറൽ നോളജ്. അപ്പോൾ ആദ്യത്തെ 2-ൽ ഏതെങ്കിലും ഒന്നിനും നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ 3-ാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകും. അല്ലെങ്കിൽ ആദ്യത്തെ 2-ലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നോർമലി അവിടുന്ന് വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേയായിട്ട് ഗ്രീൻസിൽ വരാറുണ്ടോ? വരാറുണ്ട്. എങ്ങനെയുണ്ട് ഗ്രീൻസിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ? നല്ലതാണ്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണോ പർച്ചേസ് ചെയ്യാറ്? ഇല്ല, കണ്ണൂർ വന്നാൽ ഇവിടത്തേക്ക് വരാറുണ്ട്. ബേസിക്കലി ഫ്രം കണ്ണൂരല്ലേ? ചെറുകുന്നിലാണ്. ചെറുകുന്ന് നേരെ ഇങ്ങോട്ട് കണ്ണൂർ ടൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രീൻസിനെ പർച്ചേസ് ചെയ്യാം. എങ്ങനെയാണ് ഗ്രീൻസിൻ്റെ ഓഫേഴ്സൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാകും? അത്യാവശ്യമൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല ഓഫേഴ്സൊക്കെ കിട്ടാറുണ്ടല്ലേ? ഓക്കെ, ഒരുപാട് നല്ല ഓഫേഴ്സൊക്കെ ഇപ്പോഴും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് കിടക്കാം. ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഒരു ഫോട്ടോ കാണിക്കും. ഫോട്ടോ കാണിച്ചിട്ട് ആരാണ് ആ ഫോട്ടോയിലുള്ളതെന്ന് പറയണം. ഓക്കെ, ആദ്യം ഞാൻ എൻ്റെ ക്യാമറയ്ക്ക് ഒന്ന് ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഇതാണ്. എല്ലാവരും ഇങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്. വളരെ ഫെമിലർ ആയിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാന്നിധ്യമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. 2 ഇവരുടെ മദർ വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് അടുത്ത ഏകദേശം വരുന്നുണ്ട്. എക്സാക്ട്ലി, യു റൈറ്റ്. പക്ഷേ എനിക്ക് നെയിമാണ് വേണ്ടത്. ഗാന്ധി കുടുംബത്തിലെ അംഗം തന്നെയാണ്. വളരെ 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 ഫെമിലിയർ, പൊളിറ്റിക്സിൽ ഫെമിലിയർ നെയിമായിരുന്നു ഈ ഒരു കുടുംബം. കണ്ടോ സാറ് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം അടുത്ത് വരെ എത്തുന്നുണ്ട്, ആൻസറിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. എനിക്ക് വേണ്ടത് പേരാണ്. എക്സാക്ട്ലി, യെസ്. അതെ, കറക്റ്റ് എല്ലാം അറിയാം കേട്ടോ. എല്ലാം അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ മത്സരം എന്നത് ആൻസറാണല്ലോ. അതെ, അൾട്ടിമേറ്റ് ആൻസറിൽ എത്തുകയെന്നാണല്ലോ എൻ്റെ ഒരു. അപ്പോൾ എല്ലാം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ആക്സിഡൻ്റാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഗാന്ധി കുടുംബമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. നോ, വെരി ക്ലോസ് ടു ദാറ്റ് ആൻസർ. അത് എക്സാക്ട്ലി, അതെ, ബ്രദറാണ്. പേര് ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. എസ്സിലാണ് തുടങ്ങുന്നത്. ഇത്രത്തോളം അടുത്തെത്തിയോണ്ടാണ് ഞാൻ ക്ലൂ കൊടുക്കുന്നത് കേട്ടോ.
ഇത്രത്തോളം അടുത്തെത്തിയത് കൊണ്ടാണ് ക്ലൂ കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ആൻസർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ആക്സിഡൻ്റാണ് മരണപ്പെട്ടത്. രാജീവ് ഗാന്ധിയുടെ ബ്രദറാണ്. പൊളിറ്റിക്കലി വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഫാമിലി മെമ്പർ കൂടിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമാണ്. എല്ലാം എത്തിയതുകൊണ്ടാണ് ഞാനൊരു ക്ലൂ കൊടുത്തത്. അപ്പോൾ എസ്സിലാണ് ഈ സ്റ്റാർട്ട് എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ക്ലോസ് ടു ദാറ്റ് ആൻസർ. സഞ്ജയ് ഗാന്ധി അല്ലേ? എക്സാക്ട്ലി കറക്റ്റ് ആൻസർ. സഞ്ജയ് ഗാന്ധിയാണ് കേട്ടോ. സഞ്ജയ് ഗാന്ധിയാണ്. ആരാ പറഞ്ഞു കൊടുത്തത്? സഞ്ജയ് ഗാന്ധിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോവാം. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു സിനിമ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളത്തിലെ ഒരുപാട് നടന്മാർക്ക് ദേശീയ അവാർഡ്, മികച്ച നടനുള്ള ഭരത് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അറിയില്ല, ഒരുപാട് പേർക്കുണ്ട്. വർഷങ്ങളാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. മലയാളത്തിൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ, ആദ്യമായിട്ട് ഭരത് അവാർഡ് നേടിയ മലയാളത്തിലെ നടൻ ആര്? ഭരത് ഗോപി. ഉത്തരം തെറ്റാണ്. ആദ്യമാണ്, ഫസ്റ്റ്. ഭരത് ഗോപിക്ക് മുന്നേ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡ് കിട്ടിയാലാണ് നമ്മൾ ഭരത് എന്നുള്ളതിൽ ഭരത് മോഹൻലാൽ, ഭരത് മമ്മൂട്ടി. സിനിമയൊക്കെ കാണാറുണ്ടോ? ടെലിവിഷനിലൊക്കെ കാണാറുണ്ട്. ഏതാണ് അവസാനം കണ്ട സിനിമ? ഐഡന്റിഫൈ. ടോവിനോ തോമസ്. ഐഡന്റിറ്റി. ആരെയാണ് ഇഷ്ടം? ഏത് നടനെ ഇഷ്ടം പോലെ? ഏത് നടനെയാണ് ഏറ്റവും മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടൻ? ആരെയാണ്? സിനിമയിൽ ആരെയാണ് ഇഷ്ടം പോലെ? അതൊരു ചെറിയൊരു ഷൈ ആയിട്ട് കേട്ടോ. ഷൈ ഉണ്ട്, അതാണ്. അതുകൊണ്ടാണ് ആൻസർ ചെയ്യാതെ. അല്ലെങ്കിൽ ആളൊരു വളരെ മിടുക്കനായിട്ട് ആൻസർ ചെയ്യുന്നതാണ്. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടൻ്റെ പേര് പറയൂ. ഒന്ന് ആലോചിക്കട്ടെ. മമ്മൂക്ക കേട്ടോ. മമ്മൂക്കയാണ് കേട്ടോ. അടിപൊളി. മമ്മൂക്കയാണ് മലയാളത്തിലെ ഇഷ്ടപ്പെട്ട താരം എന്നാണ് നമ്മുടെ കുഞ്ഞുമോൻ പറയുന്നത്. ഓക്കെ, ആലോചിക്കൂ. ആൻസർ ഒന്ന് ആലോചിച്ചോളൂ. മലയാളത്തിലെ ആദ്യമായിട്ട് ഭരത് അവാർഡ് നേടിയ നടൻ. യെസ്, പഴയൊരു നടനാണ്. തിക്കുറിശി. ഉത്തരം തെറ്റാണ്. അറിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ രണ്ടാമത്തെ ആൻസർ കൂടി റെഡി ആണെങ്കിൽ മാത്രമേ സമ്മാനം നേടാൻ പറ്റുള്ളൂ. നമുക്കിനി മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഒന്നിൻ്റെ ആൻസർ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ രണ്ട് ആൻസർ നിങ്ങൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ വെച്ച് ഗെയിം ഓവർ ആവുകയും സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു. ആദ്യം ഐഡൻറ്റിഫൈ വിത്ത് ഇമേജ് ആയിരുന്നു. അതിനുശേഷം സിനിമ സംബന്ധമായ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിലൊന്നിൽ ആൻസർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. നമുക്ക് അറിയാം, കഴിഞ്ഞ മാസമാണ് റിപ്പബ്ലിക് ദിനം, ജനുവരി 26 അല്ലേ? ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ കാണാനായിട്ട് വിദേശത്തു നിന്നൊക്കെ വരാറുണ്ട്. 2025 വളരെ പ്രശസ്തനായ, അല്ലെങ്കിൽ വളരെ പ്രശസ്തനായ ഒരാൾ ഇന്ത്യയുടെ ആതിഥേയത്വം സ്വീകരിച്ച് അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആരാണത്? അറിയോ? അതായത് വളരെ അടുത്ത് നടന്നതാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലേക്ക് വന്ന വിശിഷ്ട വ്യക്തിത്വം ആര്? ഇന്ത്യയുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഇന്ത്യയിലേക്ക് വന്ന വിശിഷ്ട വ്യക്തിത്വം. പഠിക്കാൻ എങ്ങനെയാണ്? നന്നായിട്ട് പഠിക്കും. പാട്ടൊക്കെ പാടാറുണ്ടോ? ഒരു പാട്ട് പാടും എനിക്ക് വേണ്ടിയിട്ട്. ഒരു പാട്ട് പാടാറുണ്ട് കേട്ടോ. പാടാറുണ്ട്. ഒരു പാട്ടൊക്കെ പാടുവാണെങ്കിൽ വളരെ സന്തോഷം. നമുക്കൊരു ഷോക്ക് ഒന്ന് അടിപൊളിയാക്കാമല്ലോ. പിന്നെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. 2025 ജനുവരി 26 ഇന്ത്യ സന്ദർശിച്ച വളരെ വിശിഷ്ട വ്യക്തിത്വമാരെ? വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് പാടാമെങ്കിൽ നമുക്ക് പാട്ടിൽ കഴിഞ്ഞൊക്കെ നമുക്ക് ഈ ഒരു എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ മീൻസ്